നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം, യുഎസും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, സമീപകാല ഇസ്രയേൽ ഹമാസ് സംഘർഷം എന്നിവ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള തീവ്രമായ ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബിനേക്കാൾ മാരകമായ ആണവ മിസൈലുകൾ നിരവധി രാജ്യങ്ങൾക്കുള്ളതിനാൽ വലിയ തോതിലുള്ള സംഘർഷം ഭൂമുഖത്ത് മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമാകുമോ എന്നും ഭയപ്പെടുന്നുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധവും അത്തരമൊരു ഭയത്തിന് വീണ്ടും കാരണമായിരിക്കുകയാണ്. ഈ യുദ്ധങ്ങൾ വിവിധ മേഖലയിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ഇറാൻ അടക്കമുള്ളവർ ഹമാസിനെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഇതെല്ലാം മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാലാകാലങ്ങളിൽ നോസ്ട്രഡാമസ്, ബാബ വാങ്ക തുടങ്ങിയ പ്രശസ്തരായ ജ്യോതിഷികൾ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ നടത്തിയ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ലിങ്ക്ഡിനിൽ അടക്കം ഇയാൾ ഷെയർ ചെയ്ത പ്രവചനങ്ങളാണ് ചർച്ചയായി മാറുന്നത്. മൂന്നാം ലോക മഹായുദ്ധം നടക്കാൻ വെറും ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നതെന്നും കുശാൽ കുമാർ പറയുന്നു. ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് ഇത്തരം സംഭവങ്ങൾ എപ്പോൾ നടക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നത്. 2024 യുദ്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കും. ലോകത്താകെ യുദ്ധത്തിന്റെ ഹോട്ട്സ്പോട്ടുകളാവും. കൊറിയ, ചൈന, തായ്വാൻ, മിഡിൽ ഈസ്റ്റ്, ഇസ്രയേൽ, ഫലസ്തീൻ, യുക്രൈൻ, റഷ്യ, നാറ്റോ എന്നിവരെല്ലാം യുദ്ധത്തിന് വഴിമരുന്നിടുമെന്നും ജ്യോതിഷി പറയുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധം രൂക്ഷമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഭരണം നടത്താൻ വിവിധ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടും. ചിലർ അസുഖബാധിതനായി വീഴും. ചിലർ അധികാര പദവിയിൽ നിന്ന് രാജിവെക്കും. രാഷ്ട്രീയ മേഖലയിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എഴുതിത്തള്ളാനാവില്ലെന്ന് ജ്യോതിഷി കുശാൽ കുമാർ പറയുന്നു. നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. 2024 ജൂൺ 18 ലോകമഹായുദ്ധം ആരംഭിക്കുമെന്ന് ജ്യോതിഷി പറയുന്നു. ജൂൺ 10-നും 29-നും അത് സംഭവിക്കാൻ സാധ്യതയുള്ള ദിനങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. പഞ്ച്കുല കേന്ദ്രീകരിച്ചാണ് കുശാൽ കുമാർ ജ്യോതിഷ പ്രവർത്തനം നടത്തുന്നത്. ആഗോള പ്രതിഭാസങ്ങളാണ് അദ്ദേഹം പ്രവചിക്കാറുള്ളത്. 2024 പ്രധാനമായും ആശങ്കാജനകമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചൈന, തായ്വാൻ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ ഇസ്രയേൽ ഉൾപ്പെടുന്ന യുദ്ധമുന്നണികളിൽ ഇത് ഏറ്റവും കൂടുതൽ തീവ്രത കൈവരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മിഡിൽ ഈസ്റ്റ്, യുക്രൈൻ, റഷ്യ എന്നിവിടങ്ങളിൽ നാറ്റോയുടെ രോഷം പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ, ദുർബല ഇടങ്ങളിൽ സമകാലിക ഗ്രഹചലനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം സൈന്യം മൊത്തത്തിലുള്ള നിയന്ത്രണം ഏറ്റെടുക്കാൻ രംഗത്തിറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാത്തരം ദുരന്തങ്ങളും നേരിടാൻ തയ്യാറാകാൻ UK പൗരന്മാരെ ഉപദേശിക്കുന്ന ഒരു വെബ്സൈറ്റ് UK ഉദ്യോഗസ്ഥർ പുറത്തിറക്കിയതിനു പിന്നാലെയാണ് കുശാൽ കുമാറിന്റെ അവകാശവാദങ്ങൾ പുറത്തുവന്നത്. കൂടാതെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും മറ്റുള്ളവരും പർവ്വത പ്രദേശത്ത് കൊല്ലപ്പെട്ട ദാരുണമായ ഹെലികോപ്റ്റർ അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് നേതാക്കളെ കുറിച്ചുള്ള കുമാറിന്റെ പ്രവചനവും. ഈ കാരണങ്ങളാണ് കുശാൽ കുമാറിന്റെ പ്രവചനങ്ങളുമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.